ഹലോ. ഒളിച്ചിരിക്കണം വീട്ടിൽ ആൾക്കാർ വന്നിരിക്കുമ്പോ. ചെറിയ കുട്ടിയുടെ റൂം പോലെയാണല്ലോ വെച്ചിട്ടുള്ള. ഇവിടെ ഒരാള് കാര്യമായിട്ട് ബെഡിൽ കയറി കുഴപ്പമുണ്ട്. അതിപ്പോ ലാസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടും ആണല്ലേ. ഇപ്പോഴും നിന്ന് ഗിഫ്റ്റുകൾ ഇങ്ങനത്തെ ഗിഫ്റ്റുകളാണ് ഇഷ്ടം അല്ലേ? ഇത് ഞാൻ ചോദിക്കുകയും ചെയ്തത്, ഞാൻ കൊടുത്തല്ലോ, ഇതെനിക്ക് തരൂല. അതല്ലേ. പിന്നെ ഈ വീട്ടിലെ ഒരു ഭയങ്കര സസ്പെൻസ് ഏരിയ ആണ്, ഭയങ്കര സീക്രട്ട് റൂം ഉണ്ട്. ബിഗ് ബോസിൽ മാത്രമല്ല ഇവിടെയും സീക്രട്ട് റൂം ഉണ്ട് അല്ലേ? കൺഫെഷൻ റൂമിലോട്ട് പോകുന്ന പോലെയാണ്. അതെ, അതാണ് ഈ റൂം. ഇങ്ങനെ സ്പേസ് ഉണ്ടോ? ഇതിന്റെ ഉള്ളിലാണ് ആക്ച്വലി മറ്റേ ഈ സ്പാർക്ലിംഗ് ഗോൾഡ് ബിസ്ക്കറ്റ് ഒക്കെ വെക്കുന്നത്. ഇവിടെ പേരെന്തെന്ന് വിചാരിച്ചു. ടോപ്പിക് കഴിഞ്ഞത് ബിഗ് ബോസിന് ടാസ്ക് കഴിച്ചപ്പോ കിട്ടിയത് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നതിന് കിട്ടിയത് ഇതായത്. നമ്മൾ ഈ പാലയാച്ചി അവിടെ നടത്തിയത് ഇവിടെ ചെയ്തു. അതെ, അതിപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു നാദരനെ കറക്റ്റ് വെട്ടിയോ കളക്ഷൻസ്? പിന്നല്ലാതെ ഇവിടെ പെർഫ്യൂംസ് ദൈവമേ, എനിക്ക് ഇത്ര ഇല്ലല്ലോ. പകുതി എന്റേതാണ്. ഞാൻ നോക്കുമ്പോ ഓൾറെഡി ഉള്ള സ്പേസ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ ഒരു ബ്യൂട്ടി ഷോപ്പിലേക്ക് നോക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാം ബ്രാൻഡഡ് ആയിരിക്കും കേട്ടോ. അല്ല, അപ്പൊ വന്ന് ചേർത്തത് അപ്പനെയാണ്. പക്ഷെ കൂടുതൽ പെടുന്നത് നാദര. അവര് 3 പേര് ഡ്രസ് കോഡ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നാദരയാണ്. ഇത് തുറക്കാൻ പറ്റും? തുറന്ന വഴിക്കൊക്കെ കൂടി ഇങ്ങോട്ട് വീഴുവോ? ഇല്ലല്ലോ. ഇല്ല, എന്റെ വീട്ടിൽ നടക്കാത്ത കാര്യമാണ്. അടിപൊളി. ഇത് മറ്റേ ഫാബ്രിക്സിൽ പോകുന്ന സമയത്ത് ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചുള്ള പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചുള്ളത്. ഇവിടേക്ക് കുറച്ചുകൂടി വൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഒരു കോഫി ബ്രൗൺ ടച്ചില് ഫീൽ ചെയ്തു. ഇതിന്റെ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ കർട്ടൈൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും. കർട്ടൈൻസിന്റെ പ്രത്യേകത ഉള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ, ഹോട്ടൽ റൂം പോലെ എനിക്ക് തോന്നിയാൽ മാത്രം മതി. അതിന് വ്യൂ വേണമെന്നില്ല. എനിക്ക് രാവിലെ എഴുന്നിട്ട് ആ കർട്ടൻ തുറക്കുന്ന ഒരു വ്യൂ അങ്ങോട്ട് നോക്കിക്കാൻ വലിയ ഗ്ലാസ് ആണ്. ഇതില് ഫുൾ ഇതാണല്ലേ? അതെ, പക്ഷെ അപ്പുറത്തെ വീല് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ എങ്കിൽ പോലും എനിക്ക് രാവിലെ എഴുന്നേക്കുന്ന ഹായ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞില്ലേ? അതെ അതെ, പക്ഷെ പറയാൻ അപ്പുറത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് കാണാം? ഫ്ലൈറ്റിന്റെ ചന്തയാണെന്ന് പണ്ട് പറഞ്ഞത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ഏരിയ, ഡൈനിങ് ഏരിയ. അപ്പൊ ഞങ്ങൾ 4 പേരെ വീട്ടിലുള്ളൂ. കറക്റ്റ് 4 പേര് ഇരുന്നാൽ മതി. ഞങ്ങൾ വന്ന് എവിടെ ഇരിക്കും? നിങ്ങൾ ഇതിന്റെ ഞങ്ങൾ പിന്നെ കഴിക്കുള്ളൂ. കഴിപ്പിച്ചിട്ട് ഞങ്ങൾ കഴിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അത് കണക്ട് ചെയ്തിട്ടുള്ള കിച്ചൺ, ഓപ്പൺ കിച്ചണോട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെ കുറച്ചുകൂടി സ്പേസ് ഫീൽ ചെയ്യും. അതിനോട് കറക്റ്റ് അല്ലെ, അഡ്ജസ്റ്റ് ആവാതെ ടേബിൾ അതിനോട് ഡിസൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിലേക്കും വൈറ്റ് ടേബിൾ ടോപ്പ് വൈറ്റ് മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, എവിടെ നോക്കിയാലും വൈറ്റ് ഒക്കെ വേണം. അതെ, വൈറ്റ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്നും വൃത്തിയാക്കാൻ നോക്കും. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടുന്ന് കാണുന്നതിൽ ഏറ്റവും മെയിൻ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം സ്റ്റെയർ കേസ് ഇങ്ങനെ കൊടുത്തു എന്നുള്ള സംഭവം. അത് കൈയടിക്കേണ്ടതാണ് സ്റ്റെയർ കേസ്. കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ട്, എന്റെയും ഫേവറേറ്റ് സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസ് ഞാൻ ഒരു വേറൊരു പ്രമുഖ ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ കണ്ടിട്ട് അതുപോലെ അത് ഓൾറെഡി ആ സമയത്ത് ട്രെൻഡ് ആയിരുന്നു. ചെയ്തപ്പോ പിന്നെ അവർക്ക് ഗ്ലാസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഗ്ലാസിന് പകരം അവിടെ എന്തോ ശരിക്കും ഇതൊരു വുഡൻ ഫിനിഷിൽ കൊടുത്തു. പക്ഷെ വുഡല്ല രീതിയിലേക്ക്. പക്ഷെ ഇത് വുഡാണ്. ഇത് വുഡാണ്. പിന്നെ ഇത് ഡബിൾ ഹൈറ്റഡ് ആണ് വരുന്നത്. ഡബിൾ ഹൈറ്റ് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ലൈറ്റിംഗ് ഭയങ്കരമായിട്ട് വരുന്നു. പറഞ്ഞില്ലേ, വെളിച്ചം വേണം. അപ്പൊ വെളിച്ചം എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ആ സ്പേസ് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ വാഷ് ബേസിന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട് നല്ല രീതിയിലേക്ക് ഒരു ചെറിയ വാഷ് ബേസിൻ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഞാൻ അധികം കേറാത്ത സ്ഥലം നിങ്ങൾ പറയുമെങ്കിൽ എനിക്ക് അവിടെ ഇപ്പോൾ എന്റെ എല്ലാം പ്രിയപ്പെട്ട എന്റെ ഉമ്മയുണ്ട്, വരുന്നുണ്ട്. ഏറ്റവും നമസ്കാരം. എന്താ പരിപാടി ഇവിടെ? അതെ, ആദ്യത്തെ മര്യാദയിൽ ഞങ്ങള് റോഹന് വേണ്ടിയിട്ട് നല്ല സ്ക്വാഷ് കലക്കിയിട്ടുണ്ട്. സ്ക്വാഷ് അല്ലേ? ഉമ്മയുടെ സ്പെഷ്യൽ എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ചിക്കൻ കറിയും നെത്തോലി, ചാള, മത്തിക്കറി, പുളി വെള്ളത്തിൽ ഉണ്ടാക്കുന്ന മീൻകറി മൊളീഷൻ എന്ന് പറയും. അത് കാസർഗോഡുള്ളത് മൊളീഷ് എന്ന് പറയും. കാസർഗോഡ് വശത്ത് അടിപൊളി. അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നു പിന്നെ നമ്മൾ ഇഷ്ടം നെത്തോലി ഭയങ്കര ഇഷ്ടമാണ്. നെത്തോലി ഉമ്മിയ വെക്കുന്ന തന്നെ വെക്കണം. ഉമ്മിയാന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഉമ്മിയ വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഭയങ്കര ലൂസ് അല്ല, എന്നാൽ ഭയങ്കര ഡ്രൈയും അല്ല. അത് ഭയങ്കര ഒരു മിനിമൽ ഒരു ഫോമില് സാധനം വെക്കും. ഭയങ്കര ടേസ്റ്റ് അറിയാം. അതെ അതെ, ഇത് ഇത്രയും ഐറ്റംസ് ഒക്കെ പറഞ്ഞ് നാക്കില് വെള്ളൂറിയിട്ട് അവസാനം ക്യാഷ് ടാഗ് കുടിക്കണമെന്നാണ് പറയുന്നത് അല്ലേ? കഴിഞ്ഞിട്ടൊരു ഗ്രാൻഡ്
ലാൻഡ് ചെലവ് അത് വാങ്ങിക്കുള്ളൂ. അതെ. സോ വെള്ളം എടുക്കൂ. എൻ്റെ ഒപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. സോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാനിത് ആദ്യം ഗസ്റ്റ് ഒക്കെ കുടിക്കാന്നുള്ള മര്യാദയൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് കുറെ ബ്ലാബ്ലായ ആയതുകൊണ്ട് ദഹിച്ചിട്ട് പാടില്ല. അത് എന്റെ സ്ഥലമായിരുന്നു. കാരണം ഞാനിവിടെ യൂട്യൂബിൽ വ്ളോഗൊക്കെ എടുക്കുവാണെങ്കിൽ ഇത് ഫേസ് കൗണ്ടറായിട്ട് ഇത് നിങ്ങൾക്ക് തോന്നും ഇതൊരു വീടായിട്ടാണ് അത് പണിതെന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറോടെ കണ്ടിട്ട് ഇതൊരു സ്റ്റുഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പാലയാച്ചി എവിടെ നടത്തിയത് ഇവിടെ ഇത് ചെയ്തു. അതെ, അതിപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല. ആണല്ലേ? അതിന് പിറകിൽ വലിയ രഹസ്യമുണ്ട് പറയുന്നത്. അതെ, ആ രഹസ്യം കേൾക്കണ്ടേ? പറയൂ. പറയട്ടെ, അത് എന്തായാലും പറയാം. പാലുകാഴ്ച എന്നുള്ളത് ഒഫീഷ്യലി നടന്നത് അന്ന് നടന്ന ഗ്രാൻഡ് ഫംഗ്ഷൻ സമയത്തല്ല. അതിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ ഉസ്താദിനെയൊക്കെ വിളിച്ചു, ബാങ്ക് വിളിച്ചിട്ട് ഒരു ദിവസം പാല് കാച്ചിയായിരുന്നു. അത് ഞങ്ങൾ ഫാമിലി മാത്രം മതി എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഓക്കെ. അപ്പൊ താമസാക്കിട്ട് എത്ര ദിവസമായി? താമസിച്ചില്ല. പാലേശ്ശേരി ഞങ്ങൾ അപ്പോഴും പോയി തിരിച്ച് വീട്ടിലേക്ക്, പഴയ വീട്ടിൽ പോയി. അന്നൊരു രാത്രി തങ്ങി കേട്ടോ. അന്നൊരു രാത്രി ഞങ്ങള്, ഞാൻ പൊതുവെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കുന്നതാണ്. പക്ഷെ നമ്മൾ അന്ന് എല്ലാവരും കൂടി ആ റൂമിനകത്ത് കിടന്നു തറയിൽ കിടന്നിറങ്ങി. അറിയണമില്ല, തറയിൽ കിടന്നൊക്കെ അറിയണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു. എനിക്കും എന്റെ വീട്ടുകാർക്ക് അതിനേക്കാൾ നിർബന്ധമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഖുർആനും മുസല്ലയൊക്കെ കൊണ്ട് ബാങ്ക് വിളിയൊക്കെ നടത്തി, ഉസ്താദിനെ വിളിച്ച് ചീരനൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ നടത്തി തന്നെയാണ് പാലുകാഴ്ച നടത്തിയത്. ആ ഡേറ്റ് ആർക്കും അറിയില്ല, ആരും കണ്ടിട്ടുമില്ല ഇതുവരെ. അതിനുശേഷമാണ് ഒരു ഒഫീഷ്യൽ ഗ്രാൻഡ് ഒരു ഫംഗ്ഷൻ ആയിട്ട് വെച്ചത് നമ്മള്. അടിപൊളി. യെസ്. അപ്പൊ എന്തായാലും കിച്ചൺ നമുക്ക് ഉമ്മയുടെ സ്പെഷ്യൽ വെള്ളമൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കുടിച്ചുകൊണ്ട് നമുക്ക് ഈ താഴെ മെയിൻലി നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? താഴെ ഒരു ഒറ്റ ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും. അപ്പൊ എല്ലാവരും ചോദിക്കും അത് അറ്റാച്ച്ഡ് ആക്കി കൂടായിരുന്നു. പക്ഷെ വരുന്ന ഗസ്റ്റുകൾക്കും കൂടി പോവാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ബാത്റൂം. ഉമ്മിയുടെ പെർമിഷനോട് കൂടിയിട്ട് ഞങ്ങൾ ആ റൂം കണ്ടോട്ടെ? ഓ യെസ്. അപ്പൊ എന്തായാലും ഉമ്മി ഗ്രീൻ സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ താഴെ മെയിൻലി നമ്മൾ ഈ കയറി വന്ന സ്പേസ് കിച്ചണും സ്റ്റെയർ കേസും കണ്ടു. അതിനോട് റൈറ്റാണ് ഒരൊറ്റ റൂമാണ് നമ്മൾ സ്പേസ് ഇവിടെ കൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ റൂം കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പാപ്പാടെ ഉമ്മാടെയും റൂമാണ്, ഞങ്ങളുടെയൊക്കെ റൂമാണ്. ഞാൻ പക്ഷെ എല്ലാം മാത്രമേ കടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതില് വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ആ ഒരു ഷെയ്ഡ് പാനൽ വുഡ് ഫിനിഷിംഗിൽ തന്നെ സംഭവം കൊടുത്തിട്ടുണ്ട് എന്നുള്ള സാധനം. ഒരു കളർ ഉണ്ട്, ഒരു പാറ്റേൺ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് കളർ? ഗോൾഡൻ കളർ. ശരിക്കും ഒരു ഗോൾഡൻ, ശരിക്കും ഒരു വുഡ് ഫിനിഷിന് ശരിക്കും അതിലും കൂടി കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് പടിയേറാൻ സമയമായി. അതെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോകണം. എന്റെയും അനിയത്തിയുടെ റൂമും. അങ്ങനെ നമ്മള് അടുത്ത അല്ലെ മെയിൻ സെക്ഷനിലോട്ട്, അവിടെയാണ് നാദ്രയുടെ. അതെ, എന്റെ ഏറ്റവും കൂടുതൽ ഷൂട്ടുകൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ പടിക്കട്ടിലായിരിക്കും. അത് ഇങ്ങനെ ഇതെല്ലാം അല്ലെ ഫ്ലോറുകളാണ്. പറയാണെന്നുണ്ടെങ്കിൽ പോലും ആംഗിൾ ഭയങ്കര രസമുള്ള ഫ്രെയിമാണ്. അതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയിലിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലാൻ ഉണ്ട് ആക്ച്വലി വാൾപേപ്പർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ എന്ത് വാൾപേപ്പർ ചെയ്താലും അത് നമ്മൾ ഡബിൾ ഹൈറ്റ് കുറയ്ക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ആരോ പറഞ്ഞു. പക്ഷെ വാൾപേപ്പേഴ്സ് വേറെ ഉണ്ട്. അതെ, ഞങ്ങളൊരു ഒരു ഫാമിലി ഫോട്ടോയാണ് തോന്നുന്നു. അല്ലെ, ഫാമിലി ഫോട്ടോ താഴെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഈ ഫോട്ടോയാണ്. പക്ഷെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ ഫോട്ടോയ്ക്കകത്ത് ഒരാൾ ഉള്ളതല്ല. ആണോ? എനിക്ക് തോന്നുന്നു. ആരായിരിക്കും? ഇതിപ്പോ അങ്ങനെ വെച്ച് നോക്കാൻ ഉപ്പായിരിക്കും അല്ലേ? അതെ, ഇതില് വാപ്പ ഉണ്ടായിരുന്നതല്ല. ഞങ്ങൾ വാപ്പ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റി. അപ്പൊ എങ്ങനെ ഇത് ഈ പിക്കപ്പ് സംഭവിച്ചു? ഇത് ഞാനും ഉമ്മയും ഷനസും കൂടി എന്റെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ട് ഞങ്ങൾ കാസർഗോഡേക്ക് എന്റെ ഒരു പരിപാടിക്ക് വേണ്ടി പോയത്. അപ്പൊ യാത്രയുമായി നാട്ടിൽ പോയതുമായി ആ ഫോട്ടോ എടുത്ത സമയത്ത് വാപ്പ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ എന്താ രസം അറിയോ? വന്ന് ചേർത്തത് വാപ്പ തന്നെയാണ്. പക്ഷെ കൂടുതൽ കിടത്തുന്ന ആദ്യം അവര് 3 പേര് ഡ്രസ് കോഡ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആദ്രയാണ്. അവര് കളർ ഡ്രസ് കോഡ് എനിക്ക് എഡിറ്റില് സത്യം പറഞ്ഞ ഇതുവരെ ഞങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സ്പെഷ്യൽ ആണല്ലോ നമ്മള്. തള്ളണ്ട. അപ്പൊ അങ്ങനെ 3 റൂമുകളാണ് അല്ലെ? നമുക്ക് ഇത് എന്റെ അനിയത്തിന്റെ ബെഡ്റൂം, ഇത് സ്റ്റോർ റൂം. അകത്ത് ആളുള്ളതുകൊണ്ട് കുട്ടികളാണോ? കുട്ടി നോക്കാം നമുക്ക്. ഹലോ, ഒളിച്ചിരിക്കാണ് വീട്ടിൽ ആൾക്കാർ വന്നിരിക്കുമ്പോ. റെഡിയാവുമായിരുന്നു. ഇതാണ് ഈ വീട്ടിലെ ഒരു എന്താ പറയാ പിങ്ക് റൂമോ. ഇത് ചെറിയ കുട്ടിയുടെ റൂം പോലെയാണല്ലോ വെച്ചിട്ടുള്ള. ഇവിടെ ഒരാള് കാര്യമായിട്ട് ബെഡിൽ കയറി കിടപ്പുണ്ട്. അതിപ്പോ ലാസ്റ്റ് ആയിട്ട് അനിയത്തിന്റെ ഗിഫ്റ്റ് കിട്ടുന്നത് ആണല്ലേ?
ഇപ്പോഴും നിന്ന് ഗിഫ്റ്റുകൾ ഇങ്ങനത്തെ ഗിഫ്റ്റുകളാണ് ഇഷ്ടം അല്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തത് ഞാൻ കൊടുത്തല്ലോ, ഇതെനിക്ക് തരുമെന്ന് വെച്ചാൽ തരൂല. അതല്ലേ, നല്ല രസമില്ല, കളർ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ആള് കുറച്ച് ഭീമനാണ്. ഈ ഒരു സ്പേസ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ഒരു കുട്ടിത്ത് നിർത്തിക്കുന്ന പോലെ അല്ലെ, കുറച്ചൊരു പേസ്റ്റ് ഷെയ്ഡിൽ നിർത്തി കുട്ടികളുടെ റൂം പോലെ കുട്ടിയാക്കിയില്ല. ഞങ്ങള് ഭയങ്കര ഒരു വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട്. പിങ്ക് ആണ് കുറച്ചുകൂടി ഇഷ്ടം കളറ്. നമ്മളെങ്ങനെ പിങ്കിലേക്ക് എത്തിയെന്ന് ഇപ്പോഴും അറിയില്ലല്ലേ? അതെ, പക്ഷെ ഇവിടെ ഓൾറെഡി നിന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ ബ്ലൈൻഡ് കർട്ടൺ ആണെന്നുണ്ടെങ്കിലും വെച്ചിട്ടുള്ളതാണ്. എല്ലാം ഒരു പിങ്ക് ഷെയ്ഡ്സിൽ കൊടുത്തിട്ടുണ്ട്. വാളിലാണെന്നുണ്ടെങ്കിലും അത് കൊടുത്ത് ട്രയൽ റൂമിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അടിപൊളി. ഇത് ശരിക്കും അവിടേക്ക് ഡോറ് പുറത്തോട്ടാണ്. ഈ റൂമിന് അങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി ഉണ്ട്, അത് എന്റെ റൂമിൽ നിന്നും അങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി. അപ്പൊ രണ്ടുപേർക്കും ഒരൊറ്റ ബാൽക്കണി, രണ്ട് എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ നിന്നുണ്ട്, അപ്പുറത്തുനിന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൂട്ടിമുട്ടാം. എന്നിട്ട് ഞങ്ങൾ ഇന്നേ വരെ ആ ബാൽക്കണി തുറക്കേണ്ടി വന്നിട്ടില്ല. ഏത് വീനും നമ്മൾ ആഗ്രഹത്തിലൊക്കെ പറയും നമ്മള് റൂമിന് ബാൽക്കണി വേണമെന്നൊക്കെ, പക്ഷെ തുറന്നിരിക്കല് ഫ്ലാറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ അത് സ്ഥിരം ഒരു യൂസ് ആയിരിക്കും. പക്ഷെ വീടുള്ളവർക്ക് ബാൽക്കണിയൊക്കെ ഒരു ഭംഗിയാ. അതെ. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഈ റൂമിന്റെ അകത്ത് ഏറ്റവും രസം ആ വാർഡ്രോബ് ആ വാളിനോട് ചേർന്ന് തന്നെ ആ സ്പേസ് മാക്സിമം കിട്ടുന്ന പോലെ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തുറക്കുന്നില്ല, അതിൽ കുറെ പ്രൊഡക്ട്സ് ഇരിക്കുന്നുള്ളൂ. അത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഏറ്റവും നന്നായിട്ട് പ്രോപ്പറായിട്ട് എല്ലാ സാധനവും അടുക്കി വെക്കാൻ പറ്റുന്ന ഒരാൾ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഇവളുടെ ഈ ഇത് വലിച്ചു നോക്കും. അപ്പൊ നോക്കണം എന്തോരം കളക്ഷൻസ്, വളരെ ലൈറ്റ് കളക്ഷൻസ് ഇല്ല. അറിയാം എന്തോ അല്ലെ, ഇതൊക്കെ ജ്വല്ലറി കടയിലൊക്കെ പോകുന്നത് ഭയങ്കര രസമായിട്ട്. ഇതെനിക്ക് തോന്നുന്നു നാദരനെ കടത്തി വെട്ടിയോ കളക്ഷൻസ്? പിന്നല്ലാതെ ഇവിടെ പെർഫ്യൂംസ്. ദൈവമേ, എനിക്ക് ഇത്ര ഇല്ലല്ലോ, പകുതി എന്റേതാണ്. ഞാൻ നോക്കുമ്പോ ഓൾറെഡി ഉള്ള സ്പേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ ഇതൊരു ഒരു ബ്യൂട്ടി ഷോപ്പിലേക്ക് നോക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാം ബ്രാൻഡഡ് ആയിരിക്കും കേട്ടോ. അല്ല, അപ്പൊ എന്റെ തീരുമാനം കറക്റ്റ് ആയിരുന്നു. ആ വാർഡ്രോബ് തുറക്കാഞ്ഞു നന്നായി അല്ലെ, ഡ്രസ്സിനേക്കാൾ കൂടുതൽ പ്രൊഡക്ട്സ് ആയിരിക്കും. വേറൊന്ന് കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാ. അപ്പൊ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്തോട്ടെ. യെസ്, ഇവിടെയാണ് ബാൽക്കണി അല്ലേ? അതെ അതെ. ആക്ച്വലി എന്ന് വെച്ചാല് നമ്മുടെ അന്തരീക്ഷം പറയും കോമൺ ബാൽക്കണിയാണ്, എന്നാൽ തന്നെ റൂമിലേക്കും അല്ലെ അറ്റാച്ച്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. രണ്ടുപേർക്കും കണക്ട് ചെയ്യുന്ന ബാൽക്കണിയാണ്. ശരിക്കും നമുക്ക് ഇവിടുന്ന് തന്നെ നാദര റൂമിലേക്കും പറ്റും. പക്ഷെ നമ്മളത് കൊണ്ടുപോകില്ല, ഞാൻ ആ വഴി കൊണ്ടുപോകില്ല. എനിക്ക് എന്റെ പ്രോപ്പർ വഴി കൂടെ പോകാം. നമുക്ക് റൂമിലേക്ക് പോകാൻ പ്രത്യേക വഴി പോകണം. അപ്പൊ ആദ്യം കാണാൻ മാത്രം എന്തോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേയും കൂടി അത് സ്പേഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് വാർഡ്രോബ് ഇതിൽ തന്നെ വാളിലൂടെ തന്നെ ചേർന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്പേസ് അങ്ങനെ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അതോ ഇങ്ങനെ ഒരു കട്ടിങ്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്താണോ? അല്ല, ഇത് ഷാനാസിന്റെ ഐഡിയ തന്നെ. അവിടെ ഒരു അലമാര വേണം, അത് അത്ര ടോപ്പ് വേണം. താഴെ വരെ ഇത് മേലിന് ഡ്രസ് എടുക്കാൻ വേണ്ടി വേറെ ലാഡർ എന്തെങ്കിലും വെക്കേണ്ടി വരുമല്ലോ. ഈ വീട്ടില് എവിടെ പോനെ എന്നെപ്പാട് വേണം, കാരണം ഒരു ലാഡർ ഉള്ളതാണ്. ഓക്കെ, ഇത് തുറക്കാൻ പറ്റും? തുറന്ന വഴിക്കൊക്കെ കൂടി ഇങ്ങോട്ട് വീഴുവോ? ഇല്ലല്ലോ. ഇല്ല, എന്റെ വീട്ടിൽ നടക്കാത്ത കാര്യമാണ്. അടിപൊളി. ഇത് മറ്റേ ഫാബ്രിക്സിൽ പോകുന്ന സമയത്ത് ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചുള്ള പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചുള്ളത്. കുറച്ചൊരു ഫാഷൻ സെൻസ് ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഇടുന്ന ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്തിട്ടാലും അത് ഇവക്ക് ഇടാൻ പറ്റും, കാരണം ഒന്ന് ഓൾട്ടർ ചെയ്താൽ മാത്രം മതി. ഏകദേശം രണ്ടുപേരുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണോ ശരിക്കും? ഇല്ല, രണ്ടുപേർക്ക് രണ്ട് സ്റ്റൈലാണ്. എവിടേക്ക് ക്ലോത്തിലൊരു കൊറിയൻ ടച്ച്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റൈലിൽ തരുന്നത് ഇവളാണ്, കാരണം എനിക്ക് ഏതിട്ടാൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ കൃത്യമായിട്ട്. ഇവിടെ ആക്ച്വലി നമുക്ക് ഇവിടെ തന്നെ സൈഡിലാണ് നമ്മുടെ വാഷ്റൂം, അറ്റാച്ച് വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ ഏറ്റവും മെയിൻ അട്രാക്ട് ചെയ്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഡോർ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് എവിടെയും നോക്കിയാലും ഞങ്ങളെ കാണണം. ഈ ഡോറിന്റെ കളറും രസമാണ്. അതിന്റെ ഒപ്പം തന്നെ മിറർ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ വാഷ്റൂമിൽ കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു സ്പേസിനെ നമ്മൾ വാർഡ്രോബ് വെച്ച് ട്രയൽ റൂം ആക്കിയിട്ട് മാറ്റാറുണ്ട്. അപ്പൊ ഏതാണ്ട് അതിനോട് സിമിലർ ആണ് നമുക്ക് ആ സ്പേസിന് അല്ലെ. അതില് നമ്മൾ ഐറ്റംസ് പ്രൊഡക്ട്സ് മാത്രം അവിടെ ആവുന്നുള്ളൂ, പക്ഷെ ആ ഡോറിനെ മിറർ ആയിട്ട് കൂടെ യൂസ് ചെയ്ത് പ്രത്യേകത അലമാരയ്ക്ക് അടുത്ത് ഡ്രസ് ഇട്ട് നോക്കാൻ പറ്റുന്ന ഒരു കണ്ണാടി അവിടെ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൂമിലോട്ട് പോയാലോ? ഇനിയാണ് നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. ഇനിയാണ് അവിടെ നാദരയുടെ റൂം കാണാൻ പോകുന്നത്. അതിന് തൊട്ട് അടുത്ത ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു റൂം ഉണ്ട്. ദൈവമേ, ഓക്കെ, ഇത് ഇപ്പൊ കാണിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ കുളമാക്കിയിട്ടിരിക്കുന്ന റൂമാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ വന്ന നേരത്തെ പറഞ്ഞ ഒരു 10-400ഓളം ഗിഫ്റ്റിന്റെ പാക്ക് പൊളിച്ചു എന്ന് പറഞ്ഞു. പൊളിച്ചത് പെട്ടികളും പഴയ വീട്ടിൽ ഇരിപ്പുണ്ട്, 10-20 ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് വലുതൊക്കെ അവിടെ വെച്ചു. ഇപ്പൊ സ്റ്റോർ റൂമായി മാറിയിട്ടുണ്ട് അല്ലെ? അതെ, സ്റ്റോർ റൂമാണ്. ഒരു ബെഡ്റൂം സൈസ് ആണ്, പക്ഷെ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്റെ ഡ്രസ്സുകളുടെ അവസ്ഥ, ഇനി 4-5 പെട്ടി വീട്ടിൽ പഴയ വീട്ടിലിരിക്കുന്നത്. ഈ കൊണ്ടുവന്നതിൽ ഞെട്ടിയ ഗിഫ്റ്റ് ആരുടെ പൊളിച്ചപ്പോഴായിരുന്നു?
എനിക്ക് പെട്ടെന്ന് അന്ന് കണ്ടപ്പോ വാഷിംഗ് മെഷീൻ അന്ന് തന്നെ വന്നപ്പോ ഒരു ഭയങ്കര ഷോക്ക് ഓക്കെ. നതാശമാണ് തന്നത്. അപ്പൊ വാഷിംഗ് മെഷീൻ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും, പുള്ളിക്കാർ ഓൾറെഡി പറഞ്ഞിരുന്നു എന്റെ അടുത്ത്, പക്ഷെ അത് അന്ന് തന്നെ പ്രതീക്ഷയില്ല. തുറക്കാല്ലേ? തുറക്കട്ടെ. വാവ്, ഇതാണ് ഗൈസ് ഞാൻ ആഗ്രഹിച്ച ഇത് ആക്ച്വലി റൂമാണോ അതോ സ്റ്റുഡിയോ ഫ്ലോർ ആണോ? അതല്ല, ഇതിവിടെ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എടുത്തു പറയേണ്ടത് ഈ റൂമിന് ഞാൻ കൊടുത്ത ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ഹോട്ടൽ റൂമാണ്. Okay, ഹോട്ടലിലേക്ക് പോകുമ്പോ എനിക്ക് എന്ത് മൂഡ് കിട്ടും ആ മൂഡ് വേണം. ഇത് കൊള്ളാട്ടെ, ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇത് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ ലെവലിനേക്കാളും മേലെയാണ്. ഐ മീൻ കാരണം കഴിഞ്ഞാൽ പോന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡോർ തുറക്കുന്ന സമയത്ത് ഒരു വാവ് ഫീൽ സാധനം കിട്ടും. അതിനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള സംഭവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബാൽക്കണി ഡോർ ഇവിടെ നിന്നുള്ള കണക്ഷൻ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പോകുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് ബാൽക്കണി വേണമെന്നേ ഉള്ളൂ, പക്ഷെ ഡോർ ഉറക്കാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് മടിയാണ്. രാവിലെ എഴുന്നിട്ട് ചായ കുടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നടന്നിട്ടില്ല ഇതുവരെ. ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ കോട്ടിൽ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം കസ്റ്റമൈസ്ഡ് ഒരു വാൾപേപ്പർ ആണ്. ഓക്കെ, ഇവിടേക്ക് കുറച്ചുകൂടി വൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഒരു കോഫി ബ്രൗൺ ടച്ചില് ഫീൽ ചെയ്തു. അതിന്റെ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ കർട്ടൈൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും. കർട്ടൈൻസിന്റെ പ്രത്യേകത ഉള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ, ഹോട്ടൽ റൂം പോലെ എനിക്ക് തോന്നിയാൽ മാത്രം മതി, അതിന് വ്യൂ വേണമെന്നില്ല. എനിക്ക് രാവിലെ എഴുന്നിട്ട് കർട്ടൻ തുറക്കുന്ന ഒരു വ്യൂ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗ്ലാസ് ആണ്. ഇതില് ഫുൾ ഇതാണല്ലേ? അതെ, പക്ഷെ അപ്പുറത്തെ വീല് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ എങ്കിൽ പോലും എനിക്ക് രാവിലെ എഴുന്നേക്കുന്ന ഒരു ഹായ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അതെ, പക്ഷെ പറയാൻ അപ്പുറത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ കൊടുത്തിട്ടുള്ള വാൾ ഇതിലെ ഗ്ലാസ്സിലായെങ്കിൽ തന്നെ ഹോട്ടൽ റൂമിൽ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വാളില് അത് ഫിക്സഡ് ഗ്ലാസ് ആണ്, ഓപ്പൺ ഗ്ലാസ് അല്ല. അതൊരു പ്രത്യേകത. കുട്ടികൾ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്തു വരുന്നത്. ഇതാണ് ഞാൻ കയറി വന്നു ഞാൻ പറഞ്ഞത് റൂമാണോ സ്റ്റുഡിയോ ഫ്ലോർ ആണോ ചോദിച്ച ഒരു കാര്യം ഇതായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന സാധനം റൂമിൽ മിറർ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ വെച്ചുള്ളതല്ല. എനിക്ക് ഇപ്പൊ ഈ റൂമിൽ മിററിന്റെ ഗുണം ഞാൻ ആലോചിക്കും. എന്റെ റൂമിൽ ഒരു 5 മിറർ ഉണ്ടെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ മിററാണ് ഇത്. ഇനിയുണ്ട് മിറർ കാണാനുണ്ട്. പിന്നെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ടി വി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ശരിക്കും അതിലേക്ക് കണക്ഷന് വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും വുഡ് പാനലില് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ആ വുഡ് പാനൽ സംഭവം വന്നതുകൊണ്ട് അതിലോട്ട് മാച്ച് ചെയ്ത് പോവുകയും ചെയ്തു. ഭയങ്കരമായിട്ട് കളർ കിടക്കുന്നു. ഈ ഉമ്മ വെച്ച ആൾക്കാരെ മാറ്റിയതാണോ ദൈവമേ? അല്ല, ഇത് തന്നെയല്ലേ, സോറി കേട്ടോ. ഇത് ഭയങ്കര സിഗ്നേച്ചർ സാധനമാണ്. സമരത്തിനെതിരാണല്ലേ? അല്ല, സത്യം പറഞ്ഞാൽ ഇത് വന്ന് എല്ലാവരും ചോദിച്ചതാണ് ഈ സംഭവം എവിടെ നിന്ന് വാങ്ങിയത്. കോട്ടയത്ത് നിന്നൊരു ടീമായിരുന്നു. അത് നല്ല രസമുണ്ട് രണ്ടുപേരുടെ കിസ്സിങ് കാണാൻ. വീട്ടില് താഴെ നേരെ ടി വി വെച്ചിട്ടില്ല, ടിവിയുടെ മേലെ ഇത് കണ്ടോടാണ് കിടക്കുന്നത്. ഇത് വെക്കാൻ താഴെ സമ്മതിക്കില്ല, അപ്പൊ അതിൽ റൂമിലെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ ഈ വീട്ടിലെ ഒരു ഭയങ്കര സസ്പെൻസ് ഏരിയ ആണ്, ഭയങ്കര സീക്രട്ട് റൂം ഉണ്ട്. ബിഗ് ബോസിൽ മാത്രമല്ല ഇവിടെയും സീക്രട്ട് റൂം ഉണ്ട്, കൺഫെഷൻ റൂമിലോട്ട് പോകുന്ന പോലെയാണ്. അതെ, അതാണ് ഈ റൂം. ഇങ്ങനെ സ്പേസ് ഉണ്ടോ? അത് എനിക്ക്, ഞാൻ ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്റെ ഏറ്റവും വലിയ ആവശ്യം എന്റെ കളക്ഷൻസ് സേഫ് ആയിരിക്കും. ഞാൻ ഇതുവരെ നമ്മൾ റൂമായിട്ട് കണ്ട, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റൂമല്ല, ഒരു മറ്റേ കോസ്റ്റ്യൂമിന്റെ ഒരു കളക്ഷൻ, ഐ മീൻ റെന്റൽ ഷോപ്പിൽ പോയ ഫീലാണ്. കാരണം എനിക്ക് പെട്ടെന്ന് നമ്മുടെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഏതാണ്ട് കലോത്സവമൊക്കെ വരുമ്പോൾ പോയി വാങ്ങുന്ന സ്ഥലമുണ്ട്. അതേപോലെ ഉണ്ട്. അതെന്താന്നുള്ളത് നല്ല ഭംഗിയുള്ള വിശാലമായിട്ട് ലോകമാണ്. ഞാൻ ഇവിടെ ഒരു വാർഡ്രോബ് മാത്രം പ്രതീക്ഷിച്ചിരുന്നിരുന്നുള്ളൂ. ആ സമയത്താണ് ഇത്രയധികം ഷെൽഫ്. എനിക്ക് ഒന്ന് കൊറേയൊക്കെ ആക്സസറീസ് അല്ലെ, ഓർണമെന്റ്സ്, ഇത് ഫുൾ ആക്സസറീസ് ആണ്, തികയുന്നില്ല കൈസ്. എന്നിട്ട് പിന്നെ അത് മാത്രല്ല, ഇത് പലതും എനിക്കൊരു കൊളാബറേഷൻ മാത്രമായിട്ട് കഴിഞ്ഞൊരു 3-4 മാസം കൊണ്ട് കിട്ടിയതാണ്. കാരണം റിപ്പീറ്റ് കൊടുത്തിട്ടും ഇല്ല ഒന്നും. എനിക്ക് ഇടയ്ക്ക് പറഞ്ഞോണ്ട് ബിഗ് ബോസ് അറിയാൻ പിന്നെ വാങ്ങേണ്ടി വന്നിട്ടില്ല. കുറെ കൂടി സാരിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. പറഞ്ഞു സാരികളൊക്കെ അപ്പൊ തന്നെ പാക്ഡ് ആയിട്ട് പെട്ടില്ല, പിന്നെ അതിന് എടുക്കൂല ഞങ്ങൾ, പിന്നെ അത് ഇടാറില്ല. ഇനി അത് പ്ലാൻ ഉണ്ടോ? പിന്നെ നമ്മളൊരു 3-4 വർഷം ആൾക്കാർ ആ സാരി മറക്കുമല്ലോ, പിന്നെ അപ്പൊ ഒന്നും കൂടി ഇത് ട്രെൻഡ് ആകുമ്പോ അതൊന്നും കൂടി എടുക്കും. പിന്നെ സാരിക്ക് പിന്നെ ഒരു കാലപ്പഴക്കത്തിന്റെ പ്രശ്നമില്ലല്ലോ, എടുക്കാം എന്നുള്ളതാണ്. ഇവിടെ കയറി എല്ലാ സ്റ്റോർ റൂമിലും കുറെ അധികം ബാഗുകളിൽ സാരികൾ ഇഷ്ടംപോലെ പാക്ഡ് ആയിട്ട്, മീൻസ് സേഫ് ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഇതിന്റെ മേലേക്കും സ്പേസ് ഉണ്ട്, പെട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി ആകെ ഒരു മിറർ റൂമാണ് ഇത് മൊത്തത്തിൽ. അവിടെ നമ്മൾ കണ്ടു. ഞാൻ കയറി വരുന്ന സമയത്ത് ഇവിടെ കാണാം. എനിക്ക് തോന്നുന്നു ഇവിടേക്ക് റെഡി ആവുന്ന സമയത്ത് ഒരു സൈഡിൽ ചെറിയൊരു സ്പേസ്, ആ സ്പേസിന് മാക്സിമം എന്നുള്ള രീതിയിലേക്ക് പ്രൊഡക്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും ഷെൽഫാണ്, അത് തുറന്നാൽ ഇതും എടുക്കാൻ പറ്റും. അതും ഇവിടെയാണ് ബിഗ് ബോസിന് എനിക്ക് കിട്ടിയ ആണ്.
ഇതിന്റെ ഉള്ളിലാണ് ആക്ച്വലി മറ്റേ ഈ സ്മഗ്ലിംഗ് ഗോൾഡ് ബിസ്ക്കറ്റ് ഒക്കെ വെക്കുന്നത് ഇവിടെ. പേരെന്തെന്ന് വിചാരിച്ചു. ടോപ്പിക് കഴിഞ്ഞത് ബിഗ് ബോസിന് ടാസ്ക് കഴിച്ചപ്പോ കിട്ടിയത് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്നതിന് കിട്ടിയത് ഇതായത്. നമ്മള് പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് കാണുമ്പോ അതിലൊരു സ്പേസ് തോന്നിക്കില്ല. അവിടെയാണ് നമ്മൾ നോട്ടൊക്കെ വെക്കുന്നത്. അപ്പൊ ഇവിടെയാണ് അല്ലെ പണം വെക്കുന്ന ഏരിയ. ഇവിടെ നിന്ന് ഓൾറെഡി നമുക്ക് വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ഉള്ള സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് അതല്ല വേണ്ടത്. യെസ്. അപ്പൊ എന്തായാലും 3 റൂമില് ഗംഭീരം. 3 റൂമിൽ ഇഷ്ടപ്പെട്ടത് ഈ റൂമാണ്. ഈ റൂം ഈ 3 റൂമിലും വീട്ടിലും എനിക്ക് ആക്ച്വലി ഇഷ്ടമായ ഒരു സംഭവം. അത് കാണുമ്പോ തന്നെ നമ്മള് കിളി പോയി. അടിപൊളിയായി. അപ്പൊ എന്തായാലും ഇനി അല്ലേ നമുക്ക് മേലോട്ട് പോവാം. നമ്മൾ 3 റൂം ആക്ച്വലി കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെറസിലോട്ട് പോകുന്നത്. ഈ ടെറസിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ഭയങ്കര റിലാക്സിങ് മോഡ് കിട്ടുന്ന, പക്ഷെ ഇപ്പം കിട്ടില്ല, ഭയങ്കര ചൂടാണ്. സമയത്ത് കയറി വൈകുന്നേരത്ത് കിട്ടുന്ന കാറ്റും ഫ്ലൈറ്റിന്റെ സൗണ്ടും. പക്ഷെ അവിടെ പോകുമ്പോ ബാക്കി ഉണ്ടെങ്കിൽ അതിഥിനെ കാണാം. അതെ. യെസ്. ഇവിടുന്ന് ഇനി മേലോട്ട് അല്ലേ? മേലോട്ട് ഒരു വലിയ ടെറസ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അവിടെ പോകുമ്പോ നല്ല വെയിലായിട്ടുണ്ട്, പുള്ളി കിടക്കുകയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് കാണാം? ഫ്ലൈറ്റിന്റെ ചന്തിയാണോ ഞാൻ പണ്ട് പറഞ്ഞത്. അത് ഭയങ്കരമായിട്ട് എന്റെ അടുത്ത് പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ ഭയങ്കര ഫണ്ണായിട്ട് ചോദിക്കാറുണ്ട്. ശരി, സത്യം പറഞ്ഞ ശരിയാണ്. അല്ല, ഫ്ലൈറ്റിന്റെ ഒരു അണ്ടർ സൈഡ് കാണും, ഇതാക്കും ഫ്ലൈറ്റ് അത് കാണും. പക്ഷെ ഇതല്ല, ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇറങ്ങുന്നത്. ശരിക്കും ഇവിടുന്ന് എത്ര അടുത്താണ് എയർപോർട്ട്? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇവിടേക്കാണോ? ഓക്കെ. അപ്പൊ എത്ര അടുത്താണ് എയർപോർട്ട്? ഭയങ്കര അടുത്ത, ഒരു 1-2 കിലോമീറ്ററിന് അപ്പുറം അടുത്താണ്. ഓ, അടിപൊളി. അപ്പൊ എന്തായാലും ഇതിന്റെ ചെലവ് എപ്പോ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ചെലവ് ഗീവ് അവേ ആയിട്ട് റോഹന്റെ അക്കൗണ്ടിൽ കൂടെ തരുന്നതിന്. അതെ. ഇപ്പൊ സ്ഥിരം പറഞ്ഞു പറഞ്ഞത് മാത്രമാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ്. അതെ, പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് കൂടി എഴുതും, ഞങ്ങളിത് വായിക്കാം. അപ്പോ തിരുവനന്തപുരമാണ് പരുത്തിക്കുഴി അല്ലെ? പരുത്തിക്കുഴിയാണ്. ഈ വഴി പോകുന്നവര് നാദറൊരു വീട്ടിൽ വന്ന് പറഞ്ഞാൽ മതി, ബിരിയാണി കഴിച്ചിട്ട് പോവാം. വെൽക്കം. ഓക്കെ, ബൈ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.